ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങൾ ശ്രമിക്കുന്ന ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് പ്രത്യേക പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേക പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഈ ദേശത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധർമ്മത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അല്പനേരത്തെ ശ്രദ്ധയെ ദൈവനാമത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ വളരെയേറെ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അലഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. ഇതിന്റെ എല്ലാം ഏക കാരണമെന്ന് ചോദിച്ചാൽ മനുഷ്യന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഓരോ ദിവസവും അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നോർത്ത് ഭാരപ്പെടുന്ന ഒരു കാലഘട്ടം നാം ജീവിക്കുമ്പോൾ തന്നെ പത്രമെടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ, സോഷ്യൽ മീഡിയയിൽ കൂടി കേൾക്കുന്ന വാർത്തകൾ വളരെയേറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ. ഓരോ ദിവസവും മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ലഹരിക്ക് അടിമയാകുന്ന അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, സ്കൂളുകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ മദ്യത്തിനടിമയായി, മയക്കുമരുന്നിനടിമയായി, കഞ്ചാവിനടിമയായി ഓരോ ദിവസം മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് മനുഷ്യന് ഒരു മാറ്റം വരുമോ, അത് മാർഗപരമായ മാർഗമുണ്ടോ എന്നോർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറ്റം വന്നേ മതിയാകൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെട്ടത്? എപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയത്? സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ, സ്വന്തം മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ കഴിയാതെ എന്തുകൊണ്ടാണ് വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, അത് യഥാർത്ഥമായ കാരണമെന്ന് പറഞ്ഞാൽ ബൈബിൾ അതിന്റെ ശൈലിയിൽ പറഞ്ഞാൽ മനുഷ്യൻ പാപം വന്നപ്പോൾ അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, അവൻ ആരെ സ്നേഹിക്കാൻ കഴിയാതെ വണ്ണം ഓരോ ദിവസവും അവന്റെ ജീവിതം വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ വന്ന മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി അവൻ കഞ്ചാവിൽ ആശ്രയിച്ചു, അവൻ മയക്കുമരുന്നിൽ ആശ്രയിച്ചു. അത് മാത്രമല്ല, അവൻ ഓരോ ദിവസവും അവന്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ സമാധാനത്തിനോട് എന്ത് ചെയ്യുവാനും അവൻ തയ്യാറായിക്കൊണ്ട് അവന്റെ ജീവിതം വലിയ നാശത്തിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാപമെന്ന വാക്ക് ബൈബിളിന്റെ മാത്രം ഒത്തുകയില്ല സ്നേഹിത. എല്ലാ മതങ്ങളും കേട്ടും കണ്ടും പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് പാപം എന്ന് പറയുന്നത്. ഇസ്ലാം ഭേദം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: ഇബ്ലീസിന്റെ കുത്ത് ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിൽ ഇല്ല എന്ന്. ഹൈന്ദവ ഭേദം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. ഞങ്ങൾ ഇരുട്ടിലാണെന്ന് അവർ സ്വയം സമ്മതിക്കുക. ഇന്ന് പകൽ ബൈബിൾ അതിന്റെ തലമാന ശൈലി പറഞ്ഞാൽ ബൈബിൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ പാപത്തിൽ ഉരുവായി, ഇതാ ഞാൻ അകത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നും ബൈബിൾ പറയുകയാണ്. എന്നാൽ ഇന്ന് പകൽ ഈ ദേശത്തോട് പറയാം, അതിലെ പാപത്തിൽ നിന്ന് മനുഷ്യന് മാറ്റം വരുവാൻ കഴിയുമോ? അതിന് വലിയ മാർഗമുണ്ടോ? അതാമിയ പാപം മുതൽ മനുഷ്യരെല്ലാം പാപത്തിന് അടിമയായി തീർന്നുകൊണ്ട് അന്ന് മുതൽ മനുഷ്യൻ ഓടുകയാണ്. അവന്റെ ഓട്ടം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, ഈ പാപത്തിന് രക്ഷയ്ക്ക് വേണ്ടി അവൻ അനേക മലകൾ കയറുന്നു, അനേക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അനേക നോയമ്പുകൾ നോക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും അവന്റെ ജീവിതത്തിൽ ഇന്നുവരെ യഥാർത്ഥമായിട്ട് പാപത്തിന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ഈ ദേശത്തോട് പറയാം, അതിന്റെ അകത്തുനിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് സമാധാനം തരാൻ, സന്തോഷം തരുവാനും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങളെപ്പോലെ അനേക ജനങ്ങൾ, അനേക ദൈവദാസിമാർ പല സ്ഥലങ്ങളിലെ അനേക സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പരസ്യമായി എന്തുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ വിളിച്ച കർത്താവ് ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സർവ്വ സൃഷ്ടികളോടും
എന്നെ പ്രസംഗിക്കണം, ഈ സുവിശേഷം അറിയിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പനയായതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഞങ്ങൾ കടന്നു പോകുന്നത് ഈ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കാരണം. മനുഷ്യന്റെ ജീവിതത്തില് ഈ സുവിശേഷം വന്നാൽ അവന് മാറ്റം സംഭവിക്കുമോ? മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഒരു കാര്യം പറയാം, ഞങ്ങളുടെ ജീവിതത്തില് സുവിശേഷത്തിൽ കൂടി യേശു ക്രിസ്തുവിൽ കൂടി വന്ന മാറ്റമാണ് ഈ കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണ് ഞങ്ങള്. ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ വളരെ തലവേദനയായി ജീവിച്ച ഒരു കാലം ഞങ്ങൾ പുറകിലുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഈ ദൈവസേനകളുടെ മൈക്കുകൾ കൈമാറിയാൽ അവരും പറയും, ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ തലവേദനയായി ജീവിച്ച ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയാണ് സുവിശേഷം. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ ചൊരുതളം എന്ന് പറഞ്ഞ ചെടിയുണ്ട്, ആ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആര് തൊട്ടാലും ആ ചെടി ചൊരിയും. എന്നാൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിന്റെ അകത്ത്, അല്ലെങ്കിൽ മദ്യപിച്ച് വലിയ അലപ്പായിട്ട് നടക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിന്റെ അകത്ത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുമെന്നിരിക്കട്ടെ ഈ ചെടി, അതിൽ അവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരുവന് വീട്ടിനകത്ത് ഇരിക്കാതിരിക്കട്ടെ, അത് എത്ര വർഷം വെള്ളമൊഴിച്ചാലും എന്ത് കാര്യം ചെയ്താലും ചൊറിയ തന്നെ ചെയ്യും. കാരണം അതിന്റെ സ്വഭാവം ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നേ ഉള്ളൂ. ഇന്ന് പകൽ സുവിശേഷം എന്ന് പറഞ്ഞത് ഒരു മതമല്ല, ഒരു മാർഗമാണ്. എന്താണ് മാർഗം? നിന്റെ ജീവിതത്തിന് സമാധാനം തരുന്ന മാർഗം, നിന്റെ കുടുംബത്തിന് സന്തോഷം തരുന്ന മാർഗം, അപ്പനെയും അമ്മയെയും ചേട്ടനെയും സഹോദരനെയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിൽ എവിടെയും പ്രസംഗിക്കപ്പെടുന്ന കാലമെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്, വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സുവിശേഷം ഈ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇത് പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ആവേശം എന്ന് പറയുന്നത്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മനുഷ്യനെ കഴിക്കുന്ന അല്ലെങ്കിൽ നരഭോജികളുടെയിൽ ഈ സുവിശേഷമായി കടന്നു ചെന്നു. എല്ലാവരും അവരെ തള്ളിക്കളഞ്ഞു. അവരുടെ താക്ക് ചെല്ലാൻ കഴിയത്തില്ല. ചെന്നാൽ അവരെ കൊന്ന് കഴിക്കുന്ന നരഭോജിയുടെ ഇടയിൽ സുവിശേഷമായി ദൈവദാസന്മാർ കടന്നു ചെന്നു. അങ്ങനെ അനേകർ ഈ സുവിശേഷം കേട്ടു, അനേകർ ഈ സുവിശേഷം വിശ്വസിച്ചു, യേശുവിനെ രക്ഷകർ കർത്താവായി സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. ഇന്ന് പകൽ ഞാൻ ദേശത്തോട് പറയാം, നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റിയ ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം നിന്ന് പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ആവേശമെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം വന്നതുകൊണ്ട് ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം. ഇന്ന് പകൽ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, എന്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഇതുപോലെ പ്രസംഗിക്കാനുള്ള കാരണം? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പാടുവാനുള്ള കാരണം എന്താണ്? എവിടെ പറഞ്ഞാൽ എന്താ യേശുവിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ യേശു ആരാണെന്ന് അറിയണം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ആവേശം എന്ന് ചോദിച്ചാൽ യേശു ആരാണെന്ന് തിരിച്ചറിയണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസംബർ 25-ാം തീയതി യേശുവിന്റെ ജനനമാണ്. എല്ലാവരും ഈ ലോകം മുഴുവനും യേശുവിന്റെ ജനനം കൊണ്ടാടുന്നു. അനേകർ പുൽക്കൂട് കെട്ടി നക്ഷത്രങ്ങൾ തൂക്കി എല്ലാവരും യേശുവിന്റെ ജനനം കൊണ്ടാടുന്നു. അത് മാത്രമല്ല, ആ കൊണ്ടാടുന്ന സമയത്ത് ഇഷ്ടം പോലെ മദ്യം മേടിച്ച് കുടിച്ചുകൊണ്ട് അവരാഘോഷിക്കുക. പക്ഷെ ഞങ്ങളുടെ കാര്യം വിളിച്ചു പറയാം, യേശു ക്രിസ്തു നിന്റെ കുടുംബത്തിനകത്ത് ജനിച്ചാൽ ഒന്നാമത്തെ കാര്യം നക്ഷത്രമല്ല വരുന്നത്, ഉപരിയായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം സംഭവിക്കും. നീ മദ്യത്തോട് വിട പറയും, നീ മയക്കുമെന്ന് വിട പറയും. യേശു നിന്റെ കുടുംബത്തിൽ ജനിച്ചാൽ, യേശുവിന്റെ പൈതലായി നീ തീർന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ സമാധാനം മാത്രമല്ല, നീ ചിരതിനോട് വിട പറഞ്ഞേ മതിയാകൂ. നീ പാപത്തോട് വിട പറയണം, മദ്യത്തോട് വിട പറയണം, കഞ്ചാവിനോട് വിട പറയണം. നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യവും വിട പറഞ്ഞെങ്കിൽ മാത്രമേ യേശു നിന്റെ കുടുംബത്തിൽ ജനിക്കത്തുള്ളൂ. യേശു യഥാർത്ഥമായി ജനിച്ചെന്ന് പറഞ്ഞു നടക്കാതെ യേശു യഥാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ജനിക്കട്ടെ, യേശു നിന്റെ കുടുംബത്തിൽ ജനിക്കട്ടെ. യേശു നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാർഗമായി തീരുവാൻ ഇന്ന് ദേശമേ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? എല്ലാ പക്ഷവും നമ്മൾ ആഘോഷിക്കും, എല്ലാവരും സന്തോഷിപ്പിക്കും, ഒത്തിരി പുൽക്കൂട് കെട്ടിയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറയും, യേശു ജനിക്കേണ്ടത് പുൽത്തൊട്ടിക്കകത്തല്ല. യേശു ജനിക്കേണ്ടത്
നക്ഷത്രത്തിന് അവിടെയല്ല, യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് ജനിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായി തീർന്നു. 33 തിരുവയസ്സ് വരെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് ചെയ്തു. 30-ാമത്തെ വയസ്സിൽ കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീണാക്കിക്കൊണ്ട് യേശു ആരാണ്? യേശു അത്ഭുതത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി ലോകത്ത് വെളിപ്പെടുത്തി. അങ്ങനെ അത്ഭുതം ചെയ്തുകൊണ്ട് യേശു കർത്താവ് കടന്നു വരുമ്പോൾ 33 തിരുവയസ്സ് വരെ എത്തി. യേശു കർത്താവ് മരിക്കണമെന്ന് പിതാവിന് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് യേശു മരിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, അന്നു മുതൽ മനുഷ്യൻ ആദാമ്യ ഏകമനുഷ്യനാൽ പാപം ഈ ലോകത്തിൽ വന്നു. എങ്ങനെ പാപം വന്നു? ദൈവം പറഞ്ഞ വാക്കിനെ, ദൈവം കൊടുത്ത കൽപ്പനയെ മനുഷ്യൻ ലംഘിച്ചപ്പോൾ പാപം വന്നു. ആ ലംഘനം മൂലമാണ് മനുഷ്യന് പാപം വന്നത്. എങ്ങനെ പാപം വന്നു ചോദിച്ചാൽ, ആദ്യ മനുഷ്യനായ ആദാമിനെയും ഹവ്വായിനെയും ദൈവം ഏതാ തോട്ടത്തിലാക്കി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ എന്ത് ചെയ്തു? അവർ ആ വൃക്ഷത്തിന്റെ ഫലം അവർ കഴിച്ചു. ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി. അകന്നുപോയ മനുഷ്യൻ അന്നു മുതൽ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പഴയ നിയമകാലം പഠിച്ചാൽ അനേക യാഗങ്ങൾ മനുഷ്യന് മുമ്പിൽ കിടക്കുന്നു. ആടിനെ, കാളയെ, കുറുമ്പ്രാവിനെ ഒക്കെ യാഗം കഴിച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ കടന്നു വരുമ്പോൾ അങ്ങനെ മനുഷ്യന് യഥാർത്ഥമായിട്ടും അവിടെ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചില്ല. എന്നാൽ ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. ഇന്ന് പകൽ ദേശത്തോട് ചങ്കുറപ്പോട് ആവേശത്തോട് പറയാം, യേശുവിന്റെ ജനനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഇന്ന് പകൽ യേശു കർത്താവ് എന്ത് ചെയ്തു ചോദിച്ചാൽ, ഏകദേശം 33 തിരുവയസ്സ് വരെ ജീവിത കർത്താവ് അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവർത്തികൾ ചെയ്തുകൊണ്ട് യേശു തന്റെ അത്ഭുതങ്ങൾ തന്നെ ഈ ദേശത്ത് ഈ ലോകത്തിൽ ചെയ്തെടുത്തു. മരിച്ച ലാസർ ഉയർപ്പിച്ചുകൊണ്ട് അവർ മരണത്തിന് മേൽ അധികാരമുള്ളവരെന്ന് വെളിപ്പെടുത്തി. രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് അവർ രോഗത്തിന് മേൽ അധികാരമുള്ളവരെന്ന് വെളിപ്പെടുത്തി. കടലിനെ ശാന്തമാക്കിക്കൊണ്ട് അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവരെന്ന് വെളിപ്പെടുത്തി. ഇന്ന് പകൽ ആ ദൈവം, ആ കർത്താവ് ഇന്ന് പകൽ നിന്റെ മേലും അധികാരമുള്ളതായതുകൊണ്ട് ഞാൻ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. തീർന്നില്ല. യേശു കർത്താവിനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഗെത്സമന എന്ന സ്ഥലത്ത് വെച്ച് തന്റെ പ്രിയ ശിഷ്യനായ യൂദാസ് യേശു ഒറ്റക്കെടുത്തുകൊണ്ട് യേശുവിനെ അവർ പിടിച്ച് പീലാത്തോസ് 5 കോടതിയിൽ മാറി യേശുവിനെ വിസ്തരിച്ചു. ഒരൊറ്റ കോടതിയും യേശുവിന്റെ മേലൊരു കുറ്റവും പറഞ്ഞില്ല. ഒറ്റ കോടതിയും യേശുവിന്റെ മേലൊരു കുറ്റവും പറഞ്ഞില്ല. ഇന്ന് പകൽ എന്തുകൊണ്ടാണ് 5 കോടതിയിൽ മാറി യേശു വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും യേശുവിന് പറയാതെ യേശുവിനെ എന്തുകൊണ്ട് മരണശിക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്റെയും നിന്റെയും സകല പാപവും പിതാവായ ദൈവം യേശുവിന്റെ മേൽ ഏൽപ്പിച്ചു. ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് പറയാം, നിന്റെ ജീവിതത്തിന്റെ അകത്തെ നാളുകളായി നീ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ എന്റെ യേശു മരിക്കണമെന്നത് കാരണം നിന്റെ പാപത്തെ മാറ്റുവാൻ വേണ്ടിയാണ്. നിന്റെ പാപത്തെ മാറ്റി, നിന്റെ രോഗത്തെ മാറ്റി, നിന്റെ ശാപത്തെ മാറ്റുന്നതിനാണ് കർത്താവ് യേശു ക്രിസ്തു മരിച്ചതെന്ന കാര്യം ഇന്ന് ദേശം മറന്നു പോകരുത്. അതുകൊണ്ട് യേശുവിനെ അവൻ പിടിച്ചുകൊണ്ടുവരുന്നു. യഹൂദന്മാർ ദൈവം അനുസരിച്ചെങ്കിൽ അവർ പറഞ്ഞിരിക്കുകയാണ്, 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടരുതെന്ന നിയമം നിൽക്കുമ്പോഴാണ് അവർ യേശുവിനെ പിടിക്കുവാനാണ് വന്നത്. ഇന്ന് പകൽ വത്സല്യ ദേശമേ, എന്നെ കേൾക്കുന്ന വത്സല്യ ശ്രോതാവേ, പിന്നെ എന്തുകൊണ്ടാണ് ഒറ്റ കാര്യമേ ഉള്ളൂ, പാപമില്ലാത്തവൻ മരിക്കണം. ഇന്ന് പകൽ നീ ചെയ്ത സകല പാപത്തിന് പ്രാശ്ചിതമായിട്ട് പാപമില്ലാത്ത ഒറ്റ ഒരുവരെ ഉള്ളൂ, അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകൽ ഈ ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോടെ ഞങ്ങൾ പ്രസംഗിക്കുവാൻ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത ഒറ്റ ഒരുവരുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. യേശു കർത്താവ്
അങ്ങനെ 1:39 അടി യേശുവിന്റെ പുറത്ത് ആഞ്ഞുപതിച്ചു. ഇന്ന് പകൽ യേശുവിനെ എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുവാൻ ഉള്ള കാരണമെന്ന് ചോദിച്ചാൽ അന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ സമയം വേദനിക്കുന്നത്. 1:39 യേശുവിനെ പുറത്ത് ആഞ്ഞുപതിച്ചു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് പീലാത്തോസിന്റെ ഗബന എന്ന കൽത്തളത്തിൽ ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവനെ റാപോലെ വളർച്ചു നിർത്തും. അസ്ഥികളും ഈയക്കട്ടകളും ചൂണ്ടക്കൊഴുത്തുകളും നിറഞ്ഞ ശാക്തവാറുമായി 2 പട്ടാളക്കാർ അടുത്തു വരും. ഒരു ദാഷ്ട്യം കൂടാതെ അവർ പുറത്ത് ആ ശാക്തവാർ ആഞ്ഞുപതിക്കും. ചരിത്രം പറയുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവൻ ആ അടി കൊള്ളുമ്പോൾ അവൻ കരയുന്ന, അവൻ അലറുന്ന ഒച്ച 1.5 കിലോമീറ്ററോളം ദൂരം കേൾക്കാമെന്ന് ചരിത്രം പറയുമ്പോൾ ഇതാ ഞാൻ ഉയർത്തുന്ന കർത്താവായ യേശുവിനെ പീലാത്തോസിന്റെ ഗബന എന്ന കൽത്തളത്തിൽ റാപോലെ വളർച്ചു നിർത്തി ശാക്തമാറുകൾ യേശുവിനെ പുറത്ത് ആഞ്ഞുവദിക്കുമ്പോൾ യേശു എല്ലാം മൗനമായി നിന്ന് സഹിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നു, യെശയ്യാപ്രവാചകൻ പറയുന്നു, രോമം കത്തിരിക്കുന്നവരെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടായി. ഇന്ന് പകൽ ദേശമേ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി നീ ചെയ്ത സകല പാപത്തിനും പ്രായശ്ചിത്തമായി എന്റെ യേശു നിനക്ക് വേണ്ടി അവൻ പുറത്ത് പുറമെല്ലാം ശാക്തമാർന്നാൽ അടിയിട്ടവനായി നിൽക്കുന്നവരെ കണ്ടോ? തീർന്നില്ല, അവന്റെ മുഖത്ത് അവൻ ഇടിച്ചു. മുഷ്ടിചുരുത്തന്റെ മുഖത്ത് അവൻ ഇടിച്ചു. ഒരു മുൾക്കിരീടം അവന്റെ തലയിൽ അടിച്ചിറക്കി. രക്തമെല്ലാം അവന്റെ മുഖത്തോടുകയാ. അവന്റെ മുഖത്ത് അവർ തുപ്പി. എന്തുകൊണ്ട്? ഇന്ന് പകൽ ദേശത്തോട് വിളിച്ചു പറയാം, ഇന്ന് പകൽ നീ ചെയ്ത സകല പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് ഒരുവരെ കണ്ടോ? ചരിത്രം പറഞ്ഞിങ്ങനെയാണ്, അവരെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ബിരുവമായി കിടക്കുന്ന ഒരുവരെ കണ്ടോ? അവന്റെ പേര് യേശു. ഇന്ന് പകൽ നീ ചെയ്ത സകല പാപത്തിനും പ്രായശ്ചിത്തമായിട്ട് നീ ചെയ്ത സകല കാര്യങ്ങൾക്കും പകരമായി കിടക്കുന്ന ഒരുവരെ കണ്ടോ? അവന്റെ പേര് കർത്താവ് യേശു. ആ യേശു കടന്നു വരികയാ. അങ്ങനെ 85 കിലോ ഭാരമുള്ള പച്ച പൈമര കുരിശുമായി അത് അവിടെ യേശു കടന്നു വരികയാ. യേശു വീണ്ടും എഴുന്നേറ്റു. യേശു ആ സ്ഥലത്തോടെ കടന്നു പോകുമ്പോൾ അനേക സ്ത്രീകൾ യേശുവിന്റെ മുമ്പിൽ യേശുവിനെ കരഞ്ഞുകൊണ്ട് ചെന്നുകൊണ്ട് യേശു അവരോട് ഒരു കാര്യം പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളെ തലമുറയെ ചൊല്ലി കരയുവീൻ. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന പച്ച മണ്ണിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ഇന്ന് പകൽ ഈ ദേശത്തോട് ശക്തിയോടെ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട. പിന്നെ ആർക്ക് വേണ്ടി കരയണം? നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയെ ഓർത്ത് കരയുവാൻ ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് ചോദിച്ചാൽ നമ്മൾ ഈ പത്രം കൊടുത്ത് വായിക്കണം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പത്രം എടുത്ത് നമ്മുടെ പത്രസ്ഥലം ഇടുക്കിയുടെ സംഭവം, ഷേൺവലിയിൽ മദ്യപിച്ചുകൊണ്ടിരുന്നു. ഒരാളൊഴിച്ച മദ്യപിച്ചൊരു കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരനെ അടുത്തിരുന്ന കത്തിയെടുത്ത് കുത്തിക്കൊന്നു. തീർന്നില്ല, 4ാം ക്ലാസ് മുതൽ എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് കഞ്ചാവിന് അടിമയാകുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് മദ്യത്തിന് അടിമയാകുന്നത്. പ്രിയ സ്നേഹിത, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, 4ാം ക്ലാസ് മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഡോക്ടർ പഠിക്കുന്നവരൊക്കെ എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇവർക്ക് ജീവിതം സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യാം. അതുകൊണ്ട് ദേശത്തോട് പറയാ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അവരെ സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. ഒരു മദ്യത്തോട് വിട പറയാൻ ഇന്ന് പകൽ ദേശമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞ് കരയണ്ട, യേശുവിന് വേണ്ടി കരയണ്ട, നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദേശമേ നാം തയ്യാറാകേ മതിയാകൂ. അങ്ങനെ യേശു കടന്നു പോകുകയാ. വീട് കടന്നു പോകണം. യേശുവിനെ കണ്ടോ? അങ്ങനെ 2 കള്ളന്മാരും നടുവിൽ, പാരനും പരിത്തിനും നടുവായി 2 കള്ളന്മാർ നടുവിൽ ക്രൂശിൽ കിടക്കുന്നവരെ കണ്ടോ? ഇന്ന് പകൽ ഈ ദേശത്തോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് യേശു പ്രസംഗിക്കുന്ന കാലം എന്ന് ചോദിച്ചാൽ ആ കടന്നുപോയ യേശുവിനെ കണ്ടോ? അവന്റെ പുറത്ത് ചട്ടമറാധിപതിക്കുമ്പോഴും മുഷ്ടി ചുരുത്തിടിക്കുമ്പോഴും യേശു പറഞ്ഞ കാര്യം കൊണ്ട്
പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ നീ അടിച്ചിട്ട് ഇടിച്ചിട്ട് എന്ത് ചെയ്തിട്ടും ആ യേശു എല്ലാം സഹിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ് യേശു ഇത് മുഴുവൻ ഏറ്റെടുക്കുവാനിട വന്നത്. തീർന്നില്ല. രണ്ട് കള്ളന്മാർ നടുവിൽ കിടക്കുന്ന യേശുവിനെ കണ്ടോ? അതിലൊരു കള്ളൻ യേശുവിനെ കളിയാക്കി അല്ലെങ്കിൽ യേശുവിനെ തള്ളിക്കളഞ്ഞു. ഒരു കള്ളൻ യേശുവിനെ സ്വീകരിച്ചു. ആ കള്ളൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നാഥാ, ഗുരു, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടി ഓർക്കണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അവന്റെ ജീവിതത്തിൽ വലിയ കള്ളനായി കളവ് ചെയ്തവനായിരിക്കാം. അവന്റെ അടുത്ത നിമിഷം അവന് മരണമാണ്. പക്ഷെ യേശുവിന് വേണ്ടി ഒരു നിമിഷം ആ ഹൃദയത്തെ വിട്ടുകൊടുത്തപ്പോൾ ആ യേശുവിനെ സ്വീകരിച്ചെങ്കില് ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, നിന്റെ പാപം എത്ര കടിച്ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. തീർന്നില്ല. ആ കള്ളൻ മരിച്ചതുമായി തീരട്ടെ. പക്ഷെ ഒരു കാര്യം, അവസാന നിമിഷം തന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തീർന്നപ്പോൾ യേശു അവനെ സ്നേഹിച്ച് അവൻ നിത്യത്തിലെത്തിച്ചെങ്കില് ഈ നിമിഷം ആ യേശുവിന്റെ വചനങ്ങൾ ചോദിക്കുക, നീ ആരെന്നുള്ള വിഷയമല്ല, നീ ഒരു പാപിയാണ്, മനുഷ്യനാണോ? ഇന്ന് പകൽ ഈ യേശുവിൽ കൂടി ഒരു സമാധാനം അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്റെ പാപത്തെ ക്ഷമിക്കുന്ന ഒരു നിമിഷമാണെന്ന കാര്യം ഇന്ന് പകൽ ദേശം മറന്നു പോകരുത്. അതിനുവേണ്ടി ഞാൻ പറയും, ചെരുപ്പിടാൻ നടക്കണ്ട, ഒരു നോയമ്പ് നോക്കണ്ട, ഒരു സ്ഥലത്ത് നീ കയറി ചെല്ലണ്ട. നീ ഇവിടെ ഇരുന്ന് വിളിച്ചാൽ യേശുവേ എന്ന് വിളിക്കാൻ എത്ര പേർക്ക് തയ്യാറാകും? ഞാനൊരു പാപിയായ മനുഷ്യനാണ്, നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപം മുഴുവനും എന്റെ പാപം അങ്ങനെ ഏറ്റെടുത്ത് വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഞാൻ യേശുവിനോട് ജീവിക്കാം. ഇന്ന് പകൽ പാപം കടുച്ചുമായിക്കൊള്ളട്ടെ. ഇന്ന് പകൽ ഒരു കാര്യം ചോദിക്കട്ടെ, നീ പാപത്തിന് അടിമയായി, നീ ലോകത്തിന് അടിമയായി, ഡോക്ടർമാരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു, ഇനി നിനക്കൊരു രക്ഷയില്ലെന്നോ, ലോകമെല്ലാം വിധിയെഴുതി, ഡോക്ടർമാരെ വിധിയെല്ലാം നിനക്കെതിരാണെങ്കിലും ഇന്ന് പകൽ ഒറ്റ കാര്യം, യേശു വിശ്വസിക്കുമെങ്കിലും യേശുവിന്റെ സൗഖ്യം നിന്റെ മേൽ വ്യാപരിക്കുന്ന പകല. ഒരിക്കൽ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കടന്നു പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. ആ ചരിത്രം പറഞ്ഞിങ്ങനെയാണ്: ഏറിയ 12 വർഷം തന്റെ ജീവിതത്തില് അനേക ഡോക്ടർമാരെ കണ്ടു, അനേക വൈദ്യന്മാരെ കണ്ടു, ഉള്ളതെല്ലാം അവൾ വിറ്റു. പക്ഷെ അവർക്ക് സൗഖ്യമുണ്ടായില്ല. നിയമം പറഞ്ഞാൽ, യഥാർത്ഥ നിയമം എന്ന് പറഞ്ഞാൽ രക്തസ്രാവമുള്ള സ്ത്രീ പാളയത്തിന് പുറത്തു പോകണമെന്ന് നിയമമാണ്. അവൾ ജനങ്ങളുടെ ഇവരെ നിയമമില്ല. പക്ഷെ അവളൊരു കാര്യം ഓർത്തു, എന്നെ ആരും അറിയണ്ട, യേശു പോലും എന്നെ അറിയണ്ട, പക്ഷെ യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്കൊരു സൗഖ്യം ലഭിക്കുമെന്ന് അവൾ പറയുവാനിട വന്നു. അങ്ങനെ അനേകർ യേശുവിനെ തിക്കിത്തിരക്കുന്ന ആ സമയത്ത് വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ അവളൊന്ന് തൊട്ടു. ഉടനെ യേശു ചോദിച്ച ചോദ്യമുണ്ട്, എന്നെ ആരാണ് തൊട്ടത്? ഉടനെ ആ സ്ത്രീ ആ യേശുവിന്റെ കാലിക്കൽ വീഴുന്നുണ്ട്. അവൾ അവസരം പറഞ്ഞ യേശു ഇങ്ങനെ പറഞ്ഞു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. എന്നെ പ്രസംഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ എല്ലാവരും പാളയത്തിന് പുറത്താക്കിയവൾ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അല്ലെങ്കിൽ യേശുവിനെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല, യേശു എന്ന് ശുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നീ എത്ര അശുദ്ധനായാലും എല്ലാത്തിനും തന്നെക്കത് മാറ്റി നിർത്തിയെങ്കിലും യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. ഇന്ന് പകൽ യേശുവിനെ തൊടാൻ നീ തയ്യാറായാൽ, നീ യേശുവിനെ വിളിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒറ്റ ഒരുവരെ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നീ എത്ര അശുദ്ധനാണെങ്കിലും, നീ എത്ര പാപിയാണെങ്കിലും ആ യേശുവിനെ സ്നേഹിക്കുക. ചിലപ്പോൾ നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിക്കാം, നിന്റെ മക്കൾ നിന്നെ ഉപേക്ഷിക്കാം, നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കാം, നിനക്ക് ആരും സഹായം അവസാനം മതി, എന്റെ ജീവിതം കൊണ്ട് മതി, നീ ആത്മഹത്യ മാത്രമായി നീ ഭയപ്പെടുന്ന സ്നേഹിത നീ ചെയ്യരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകരം യേശുവിന്റെ സ്നേഹത്തിലേക്ക് മഹാത്മമായി ഞങ്ങളെ സ്വാഗതം ചെയ്യുക. യേശു നിങ്ങളെ പാടി വിളിക്കുക. ഇന്ന് പകൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശു ഉറക്ക വിളിച്ച് പ്രാണനെ വിട്ടു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്
ഇവർ ജനസകലമായി ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രാണനെ വിട്ടു. തീർന്നില്ല. ഇന്ന് പകൽ യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു, യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു, യേശുവിന്റെ മരണം ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ എല്ലാവരും ഓർത്തു യേശു മരണം കൊണ്ട് തീർന്നെന്ന് ലോകം മുഴുവനും വിധി എഴുതി. യേശു മരിച്ചു, ഇവിടെ കണ്ട സകല പരിപാടി തീർന്നെന്ന്. എന്നാൽ 3 ദിവസമേ എന്റെ യേശുവിനെ കല്ലറയുടെ അകത്ത് ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവ് കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല, കല്ലറ കൊണ്ട് തീർന്നവനല്ല. 3-ാം നാൾ മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ച ഒരൊറ്റ നേതാവുണ്ടെങ്കിൽ അവന്റെ പേരാ കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകല് ഈ ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോടെ നിന്നുകൊണ്ട് പറയാം, ഇന്ന് പകൽ നിനക്ക് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒറ്റ ഒരുവരേ ഉള്ളൂ, അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾ പറയും, മറ്റൊരുത്തരിന് രക്ഷയില്ല, മറ്റൊരുത്തരിന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. യേശുവിന്റെ നാമത്തിലേക്ക് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽ ഒരു നിമിഷം ആ യേശുവിന് വേണ്ടി ഹൃദയങ്ങളൊന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞാൻ ശ്രമിച്ച വാത്സല്യ സ്വഭാവേ, യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിനപ്പുറമായ ഒരു കാര്യം പറയുകയാണ്, താമസമെല്ലാം എന്റെ യേശു തിരിച്ചു മടങ്ങി വരുവാൻ സമയമായി, എന്റെ യേശു മേഘത്തിൽ വരാൻ സമയമായി. ഇന്ന് പകൽ അതുകൊണ്ട് ഞങ്ങൾ പറയും, അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത്, മരണത്തെ പേടിയില്ലാത്തത്. കാരണം യേശു കർത്താവ് പറഞ്ഞു, ജീവിച്ച് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ സുവിശേഷത്തിന്റെ പേരിൽ അനേകർ ഒറ്റപ്പെടുത്തുന്നു, അനേകർ അടിക്കുന്നു, അനേകരെ എല്ലാം കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് നമ്മുടെ വടക്കേ ഇന്ത്യൻ ദേശത്ത് വരെ ചാണകം വരെ തീറ്റിച്ചുകൊണ്ട് സുവിശേഷത്തിനെതിരെ ശക്തമായിട്ട് പോർവിളി നടത്തുന്ന ഈ കാലയളവിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദേശത്തോട് പറയാൻ കഴിയും, അങ്ങനെ പോർവിളിയുടെ മുമ്പിൽ പതറിപ്പോൾ മാർഗമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും യേശുവിന് വേണ്ടി മരിക്കാൻ വേണ്ടി തന്നെ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സുവിശേഷം ദേശത്തോട് വിളിച്ചു പറയുന്നത്. ഇന്ന് പകല് അതുകൊണ്ട് ഇത് കണ്ട് പേടിച്ചോ ഭയന്നോ മാറി നിൽക്കുന്ന മാർഗമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുന്ന മാർഗം മാത്രമാണ്, അല്ലാതെ ഒരു മതം മാറ്റുന്ന പരിപാടിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സമാധാനവും സന്തോഷവും തരുന്ന ഒരു മാർഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഒരു നിമിഷം ദേശത്തോട് ചോദിക്കട്ടെ, വത്സല്യ സ്വഭാവേ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, ഈ നിമിഷം വരെ യേശുവിന്റെ വചനം നിങ്ങൾ കേട്ടല്ലോ. ഒരു നിമിഷം കർത്താവേ, എനിക്ക് ആ യേശുവിനെ എനിക്ക് വേണം. ഞാൻ പാപിയായ മനുഷ്യനാണ്. ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാം. എനിക്ക് വേണം. യേശു മരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വായി കൊണ്ട് ഏറ്റു പറഞ്ഞാൽ യേശുവിന്റെ രക്ഷ നിന്റെ ജീവിതത്തിൽ വരുന്ന പകല. സ്നേഹിത, നീ ആത്മഹത്യ ചെയ്യരുത്. സ്നേഹിത, നീ മദ്യത്തോട് വിട പറയണം. നീ മയക്കുവിനോട് വിട പറയണം. നിന്റെ കുടുംബത്തെ വലിയ സന്തോഷം തരുവാൻ ഇന്ന് പകൽ യേശുവിനെ നിന്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ആ യേശുവിനെ വേണ്ടി ഇന്ന് മുതൽ ജീവിതത്തെ വേണ്ടി തയ്യാറാകും. ഇന്ന് പകൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആ യേശുവിനെ എനിക്ക് വേണം. എന്റെ കുടുംബത്തിന് നാഥനായി യേശുവിനെ എനിക്ക് വേണം. നാളുകളായി ഞാൻ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർമാരെല്ലാം എന്നെ ഉപേക്ഷിച്ചു. ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. എല്ലാവരും സ്കൈപ്പ് ആരുമില്ലെന്നോർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ ഇല്ല. ആ യേശുവിന്റെ സൗഖ്യം ഈ നിമിഷം നിന്റെ കുടുംബത്തിൽ വരുന്ന പകല. ആ യേശുവിന്റെ സ്നേഹം നിന്റെ കുടുംബത്തിൽ വരുന്ന പകല. ആ യേശുവിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ ദേശത്ത് കടന്നു വരുവാനും അങ്ങയെക്കുറിച്ച് പറയുവാനും തന്ന കൃപയ്ക്കായ സ്തോത്രം. ഈ കേട്ട വചനം അവരുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് കർത്താവേ ആത്മഹത്യ മാത്രം ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ ഈ നിമിഷം യേശുവിന്റെ സമാധാനം അവിടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ സൗഖ്യം അവിടെ വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്ന് പകൽ വലിയ സമാധാനം കൊണ്ടിരിക്കുക. സ്തോത്രം.
ഈ ദേശത്ത് കർത്താവേ, ഇവിടെയുള്ള എല്ലാ കർത്താവ് വ്യാപാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃഷി സംബന്ധം, മതസംബന്ധം സർവത്തെയും ഞങ്ങൾ യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിന് വരുന്നു. പ്രാർത്ഥനയായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവൻ രാജാതി രാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.